أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين باب حروف النداء നിദാഇന്റെ ഹർഫുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. നിദാ വിളിക്കുക, നമ്മൾ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഹർഫുകളുണ്ട്, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. വഹുറൂഫുൻ നിദാഇ, നിദാഇന്റെ ഹർഫുകൾ ഖംസത്തുൻ, അഞ്ചെണ്ണമാണ്. നിദാഇന്റെ ഹർഫുകൾ അഞ്ചെണ്ണമാണ്. ഏതൊക്കെയാണത്? യാ, ഒന്ന് യാ, വ അയ രണ്ട്, വ ഹയ മൂന്ന്, വ ഐ നാല്, വൽ ഹംസത്തുൽ മഫ്തൂഹത്തു, ഫത്ഹ് വെക്കപ്പെട്ടതായ ഹംസ, ഫത്ഹ് വെക്കപ്പെട്ട ഹംസയും. ഈ അഞ്ചെണ്ണമാണ് നിദാഇന്റെ ഹർഫുകൾ. ഫഹാദിഹിൽ ഹുറൂഫു, ഈ ഹർഫുകൾ, മഅനാഹ, ഇവകളുടെ മീനിങ് അൽ ഫിഅലു, ഫീലാണ്. നമ്മൾ യാ എന്നാണെങ്കിലും അയ എന്നൊക്കെ ഹർഫുകളാണ്, പക്ഷെ ഇതിന്റെ അർത്ഥം ഫീലാണ്. അതെങ്ങനെ ഫീലാകുന്നത് അർത്ഥം? ഫൈദാ കുൽത്ത, നീ പറഞ്ഞാൽ, യാ സൈദു, യാ സൈദു എന്ന് നീ പറഞ്ഞാൽ, ഫക അന്നക, നീ ആയ പോലെയുണ്ട്, കുൽത്ത പറഞ്ഞതുപോലെ ഉണ്ട്. ഉനാദി സൈദൻ, ഞാൻ സൈദിനെ വിളിക്കുന്നു, ഔ അദ്ഉഹു, അല്ലെങ്കിൽ ഞാൻ അവനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഉനാദി സൈദൻ ഔ അദു, അപ്പോൾ അവിടെ യാ എന്നുള്ളതിൻ്റെ ഉനാദി എന്നാണ്, അല്ലെങ്കിൽ അദുഉ എന്നുള്ള ഫീലാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ സൈദു എന്നാണ്, യാ സൈദു എന്ന് പറഞ്ഞത്. ഇവിടെ ഉനാദി സൈദ് എന്ന് പറയുമ്പോൾ ഞാൻ സൈദിനെ വിളിക്കുന്നു. അപ്പം ഞാൻ വിളിക്കുന്നു, ആരെ വിളിക്കുന്നു? സൈദിനെ വിളിക്കുന്നു. സൈദ് മൻസൂബാണ്, നസ്ബാണ്, മഫൂലായിട്ടാണ്. അപ്പം അതുകൊണ്ട് മൗലിഉൽ മുനാദ, മുനാദയുടെ മൗലിഉ മൻസൂബുൻ, നസ്ബു വെക്കപ്പെട്ടതാണ്, മിൻ കുല്ലി വജ്ഹിൻ, എല്ലാ രൂപത്തിലും. ഇനി മുനാദ 4 രൂപം പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മൗലി ഉണ്ടാവും. ഇറാബിനാൽ ഒരു മൗലി ഉണ്ടാവും, അത് നസ്ബാണ്. ഇറാബിനാലുള്ള അതിൻ്റെ സ്ഥാനം നസ്ബാണ്. അപ്പം നിദൻ്റെ അക്ഷരം വന്ന് ഒരു മുനാദ, മുനാദ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്നത്. ഇവിടെ സൈദ് എന്നുള്ളതിനെ സൈദിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മുനാദ എന്താണ്? സൈദാണ്. അതിൻ്റെ മൗലി, അതിൻ്റെ ഇറാബിൻ്റെ മൗലി നസ്ബാണ്. അത് ഏത് രൂപത്തിലാണെങ്കിലും, 4 മുനാദയാണെങ്കിലും, 4 രൂപ മുനാദകളുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫസ്ലുൻ, ഒരു ഫസ്ലാണ്. വൽ മുനാദ, മുനാദ എന്നത് അർബഅത്തുൻ, 4 ഇനമാണ്. ശ്രദ്ധിക്കണേ, മുനാദ 4 ഇനാണ്. ഏതൊക്കെയാണ് 4 എണ്ണം? ഒന്ന് മുലാഫുൻ, മുനാദ മുലാഫ്, മുനാദ മുലാഫ്. ഓക്കെ, ശ്രദ്ധിക്കുക. നെഹ്വു കൗലിക്ക, നിന്റെ വാക്ക് പോലെ. യാ ഗുലാമ സൈദിൻ, കണ്ടോ? ഇവിടുത്തെ മുനാദ മുലാഫാണ്, ശേഷം മുലാഫ് ഇലൈഹി വന്നു. ഗുലാമിനെ വിളിക്കുന്നു, ആരെ കുട്ടിനെ വിളിക്കുന്നു? സൈദിൻ്റെ കുട്ടിയെ, സൈദിൻ്റെ മോനെ, സൈദിൻ്റെ മകനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം മുനാദകൾ മുലാഫാണ്. മുനാദ മുലാഫ് എന്നാണ് പറയാം, മുനാദ മുലാഫ്. അപ്പോൾ മുനാദ ഇവിടെ മുലാഫായിട്ട് വന്നു, ഗുലാമ. അതിനുശേഷം ഒരു മുലാഫ് ഇലൈഹി സൈദ് എന്നുള്ളതും വന്നു. അല്ലാഹു തആല പറഞ്ഞു, യാ അഹ്ലൽ കിതാബി, കണ്ടോ? യാ അഹ്ലൽ കിതാബി, അൽ കിതാബ് എന്നുള്ള മുലാഫ് ഇലൈഹി, അഹ്ല് എന്നുള്ളത് മുലാഫ്. അപ്പോൾ യാ എന്നുള്ളത് നിദൻ്റെ ശേഷം വന്നത് മുനാദ. ആ മുനാദ മുലാഫായിട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതായത് നമ്മൾ ഈ 5 അക്ഷരങ്ങൾ, യാ അയ ഹയ ഐ, അലിഫുൽ മഫ്തൂഹ, ഹംസത്തുൽ മഫ്തൂഹ, ഈ പറഞ്ഞ 5 എണ്ണം നമ്മൾ ഒരു ഇസ്മിനെ വിളിക്കാനുള്ളതാണ്. ഉദാഹരണം, യാ സൈദു, യാ സൈദു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, സൈദേ അല്ലെ, ഇതിൻ്റെ അർത്ഥം സൈദിനെ ഞാൻ വിളിക്കുന്നു, അമ്രിനെ ഞാൻ വിളിക്കുന്നു എന്നാ. അപ്പൊ ഈ അക്ഷരത്തിന് നിദ എന്ന് പറയും,
അതിന് ശേഷം വിളിക്കുന്ന ഇസ്മിനിക്ക് മുനാദ എന്ന് പറയും. വിളിക്കപ്പെടുന്നത്, അതാണ് മുനാദ എന്ന് പറഞ്ഞ അർത്ഥം. ഈ മുനാദ 4 രൂപത്തിലുണ്ട്. ഏത് രൂപത്തിലായാലും അതിൻ്റെ മൗലിഇ, അതിൻ്റെ ഇറാബിന് നമ്മൾ സ്ഥലം പറയല്ലോ. മുബ്താക്ക് ഇറാബ് റഫാണ്, ഫായിലിനിക്ക് റഫാണ്, ഇന്നൻ്റെ ഇസ്മിനിക്ക് നെസ്ബാണ്, ഖബറിനിക്ക് റഫാണ് എന്നൊക്കെ പറഞ്ഞൊരു ഇറാബിൻ്റെ ഒരു മൗലി ഉണ്ടല്ലോ, സ്ഥാനം. അത് ഈ മുനാദൻ്റെ ഇറാബിൻ്റെ മൗലി നെസ്ബാണ് എല്ലാ രൂപത്തിലും. പക്ഷെ എല്ലാ സ്ഥലത്തും നെസ്ബായിട്ടല്ല വായിക്കുക. മുനാദ മുലാഫിൽ നെസ്ബാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ, യാ ഗുലാമ സെയ്ദിൻ, യാ എന്നുള്ള നിദൻ്റെ ഹർഫ്, ഉലാമ എന്നുള്ള മുനാദ മുലാഫ്, മുനാദ മുലാഫിന് ഇറാബ് നെസ്ബ്, ബാഹിറത്തായ ഹർക്കത്ത് ഫത്ഹത്ത് കൊണ്ട് നെസ്ബ്, നെസ്ബി ദാമിൽ യാ എന്ന നിദയുടെ ഹർഫ്. യാ അഹ്ലൽ കിതാബി, അവിടെ അങ്ങനെ തന്നെ ഖുർആനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പം ഇങ്ങനെ മുനാദ 4 രൂപത്തിലുണ്ട്. അതിന് ഒന്ന് പറഞ്ഞതാണ് മുനാദ മുലാഫ്. മുനാദ ഇവിടെ മുലാഫായിട്ടായിരിക്കും വരിക. അത് വേറൊരു ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ടാവും. യാ അബ്ദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമയെ അബ്ദുല്ലാ എന്നവരെ വിളിക്കുകയാണ് അവിടെ. യാ അബ്ദുല്ലാഹ്, അവിടെ അബ്ദ് എന്നുള്ളതാണ് മുനാദ, അള്ളാഹി എന്നുള്ളത് മുലാഫിലേയാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഫൈസ. ഇനി രണ്ടാമത്തെ കേട്ടോ. ഒന്ന് മുനാദ മുലാഫ്, മുലാഫ് എന്നാണ്. പിന്നെ രണ്ടാമത്തത് ഷിബ്ഹ് മുലാഫ്, ഷിബ്ഹ് മുലാഫ്. ഒന്ന് മുലാഫ് തന്നെ, ഒറിജിനൽ മുലാഫ്, എ ഗ്രേഡ് മുലാഫ്. ഇത് ഷിബ്ഹ് മുലാഫ്, മുലാഫിനോട് സാദൃശ്യമുള്ളത്, മുലാഫിനോട് സാദൃശ്യമുള്ളത്. ഇപ്പോൾ സെയ്ദിൻ്റെ കുട്ടി എന്നാണ് മുലാഫിൻ്റെ അവിടെ പറഞ്ഞത്. സെയ്ദിലേക്ക് എന്ത് ചെയ്തു? സെയ്ദിനെ ആ ഉലാമിലേക്ക് ചേർത്ത് പറഞ്ഞു. ഇനി അത് അങ്ങനെ ചേർക്കൂല, അങ്ങനെ എന്താണ് മുലാഫിലേയുടെ ഇറാബൊന്നും കിട്ടൂല. ഷിബ്ഹ് മുലാഫാണ്. ബഹുവാതേതുപോലെ അതേതാണ്? മാ ഒന്നാണ്. മത്തസല കണ്ട, ആ ഇത്തസലത്തെ അലിഫു വസലിൻ്റെ അലിഫാട്ടോ, മത്തസല എന്ന വായിക്കുക. മത്തസല ബിഹി, ആ ഒന്നിനോട് ചേർന്ന് വന്നിരിക്കുന്നു, ഒരു ഇസ്മാണ്. ആ ഇസ്മിനോട് ചേർന്ന് വന്നിരിക്കുന്നു ഷെയ്ഉൻ, മറ്റൊരു വസ്തു, മിൻ തമാമി മായന, അതിൻ്റെ മായനയുടെ പൂർത്തീകരണത്തിൽ നിന്നും, അതിൻ്റെ മായന, അതിൻ്റെ ആശയ പൂർത്തീകരണത്തിന് മറ്റൊരു വസ്തു അതിനോട് ചേർന്ന് വന്നിരിക്കുന്നു. ഉദാഹരണം നോക്കുക, യാ ലാരിബൻ സെയ്ദൻ, കണ്ടോ? യാ ലാരിബൻ സെയ്ദൻ, അവിടെ യാ എന്നുള്ളത് നിദൻ്റെ അക്ഷരമാണ്. ലാരിബൻ എന്നുള്ളത് മുനാദ എന്താണ്? ഷിബ്ഹ് മുലാഫാണ്. കാരണം സെയ്ദിനെ അടിക്കുന്നവനെ, സെയ്ദിനെ അടിക്കുന്നവനെ. അപ്പോൾ അവിടെ എന്താ വന്നത്? അടിക്കുന്നവൻ എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് ചേർന്ന ഒരു കാര്യമാണ്. ആരെ അടിച്ചു? സെയ്ദിനെ അടിച്ചവനെ, സെയ്ദിനെ അടിച്ചവനെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മീനിങ്, ഒരു ഇലാഫത്തല്ല, ഇലാഫത്ത് ചെയ്യുമ്പോൾ മീനിങ്ങിലേക്ക് ചേർക്കുമല്ലോ. അതേപോലെ ഒന്നാമത്തതിൻ്റെ മായന പൂർത്തീകരണത്തിന്, ആ മുനാദയുടെ മായനയുടെ പൂർണ്ണമാവലിന് അതിനോട് ബന്ധപ്പെട്ട ഒന്ന് അതിനോട് ചേർന്ന് വന്നു. ആ ചേർന്ന് വരുന്നതാണ് സെയ്ദൻ എന്നുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ജുമാന? നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്യണം, മറക്കല്ലേ. അപ്പം മുനാദ, അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ അറബിയിൽ വിളിക്കുന്നതാണ്. യാ അഹ്ലൽ കിതാബ് എന്നൊക്കെ ഖുർആനിൽ കുറേ സ്ഥലത്ത് കാണാമല്ലോ നമുക്ക്. അതൊക്കെ അവരെ വിളിക്കണം. അപ്പോൾ അവിടെ എങ്ങനെ ഇറാബ് എങ്ങനെയാണ്? നെസ്ബ് വന്നു, ഷിബ്ഹ് മുലാഫ്. ഇനി അടുത്ത നോക്ക് നിങ്ങൾ, യാ ഹസനൻ വജ്ഹുഹു, മുഖം ഭംഗിയായവനെ, മുഖം ഭംഗിയായവനെ. ഉണ്ടോ? അപ്പോൾ ഹസനൻ എന്നുള്ളത് ആണ് മുനാദ. അതിൻ്റെ മീനിങ് ഭംഗിയായവനെ എന്നർത്ഥം. എന്ത് ഭംഗി? അതിൻ്റെ മീനിങ്ങിലേക്ക് ചേർത്തു വജ്ഹുഹു, മുഖം ഭംഗിയായവനെ. അപ്പോൾ ഒന്ന് മുനാദ മുലാഫ്, 2 ഷിബ്ഹ് മുലാഫ്, 3 നെക്കിറ, മുനാദ നെക്കിറ. ഒരു എന്താണ്, ഒരു കൃത്യമായ ഒന്നല്ല. നഹു കൗലിക്കുന്നതിൻ്റെ വാക്കുകളിൽ യാ റജുലൻ, ഏ മനുഷ്യ, അതൊരു നിശ്ചിതമായ ഒരാളല്ലല്ലോ വിളിക്കുന്നു. ഏ മനുഷ്യ. അയാറാക്കിയവൻ, ഏ വണ്ടിയിലുള്ളവനെ, വാഹനം കയറിയവനെ. അത് ഒരുപാട് പേരുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഫിക്സ്ഡ് അല്ല. അപ്പം ഇത്തരം വരുന്ന മുനാദ നെക്കിറ, ഇത് നെക്കിറയാണ്, ഒരു ഫിക്സ്ഡ് ആയ ഒരാളല്ല. അടുത്ത നോക്ക് നിങ്ങൾ, 4-മത്തത് മുഫ്രദുൻ മാരിഫത്തുൻ, മുഫ്രദ് മാരിഫ.
മുഫ്രദ് മാരിഫ. അത് മുഫ്രദാണ്, മുലാഫല്ല. ഇലാഫ് തീർത്തോ ഷിബ് മുലാഫോ ഒന്നും അല്ല, മുഫ്രദാണ്, മാരിഫയാണ്. മാരിഫയാണ്, നെക്കിറല്ല. ഇതുപോലെ തന്നെ യാ സൈദു, യാ സൈദു പറയണ പോലെ സെയ്ദിനെ മാരിഫയാണല്ലോ, നിശ്ചിത ആളാണല്ലോ സെയ്ദ്. അതുപോലെ വയാ അമ്രു, യാ സൈദു വയാ അമ്രു. ക്ലിയർ അല്ലേ? ഇങ്ങനെ 4 ഒന്ന് പറയാം. ഒന്ന് മുനാദ മുലാഫ്, മറ്റൊന്ന് ഷിബ്ഹ് മുലാഫ്, മറ്റൊന്ന് നെക്കിറ, മറ്റൊന്ന് മുഫ്രദ് മഅരിഫ. മുലാഫ് എന്ന് പറഞ്ഞാൽ 2 ചേർത്തതായിരിക്കും. ആദ്യത്തേത് മുലാഫ്, രണ്ടാമത്തെ മുലാഫിലെയും വരും. ഷിബ് മുലാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേർത്തതല്ല, പക്ഷെ രണ്ടാമത്തത് ഒന്നാമത്തതിൻ്റെ മാന പൂർത്തീകരണത്തിന് വേണ്ടി വന്നതാണ്. മൂന്നാമത്തത് നെക്കിറ, നിശ്ചിതമായ ഒന്നല്ല. മനുഷ്യ, വണ്ടിയിലുള്ളവനെ, കുറേ ആളുകൾക്ക് വേണ്ടി പറയാമല്ലോ, ഏതോ ഒരു നിശ്ചിതമായ ഒരാളെ കുറിച്ചല്ലല്ലോ പറയുന്നത്. നാലാമത്തത് മുഫ്രദുൻ മാരിഫത്ത്, മുഫ്രദ് മാരിഫ. മുഫ്രദ് മാരിഫ എന്ന് പറഞ്ഞാൽ ഏകപദമാണ്, മുലാഫൊന്നുമല്ല. മാരിഫ എന്ന് പറഞ്ഞാൽ നിക്കറയല്ല, മാരിഫ. നഹു കൗലിക്ക, നിന്റെ വാക്കുപോലെ. യാ സൈദു വയാ അമ്രു. അപ്പോൾ ഇവിടെ നോക്കണേ, ഫൽ മുഫ്രദു മിൻഹ, ഇവകളിൽ നിന്നും മുഫ്രദ്, ഈ പറയപ്പെട്ട 4 പറഞ്ഞില്ല, അതിൽ മുഫ്രദ് മബ്നിയുൻ അലൽ ലമ്മി, ലമ്മിൻ്റെ മേൽ മബ്നിയാണ്. കണ്ടോ, യാ സൈദു യാ അമ്രു, അത് നസ്ബല, ലമ്മിൻ്റെ മബ്നിയാണ്. അത് ലമ്മിൻ്റെ മേൽ മബ്നി. അപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുകയാണ്, ഹിന്ദുവിനെ വിളിക്കുക, യാ ഹിന്ദു, ഹിന്ദ് എന്ന പെണ്ണെ. യാ കാശിഫത്തു, കാശിഫ, അങ്ങനെ വിളിക്കുമ്പോൾ ഒരു ലമ്മിൻ്റെ മേൽ മബ്നിയായിട്ട് വരിക. നേരെ മറിച്ച് ബാക്കിയുള്ളതൊക്കെ നസ്ബാണ്. നിങ്ങൾ നോക്ക്, മുലാഫ് ആണെങ്കിലും ഷിബ് മുലാഫ് ആണെങ്കിലും നെക്കിറ ആണെങ്കിലും ഒക്കെ നസ്ബാണ്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്ക് പോലെ. യാ ആദമു, യാ ആദമു ആണോ, ആദം നബിയെ വിളിച്ചപ്പോൾ ആദമു എന്ന് ലമ്മിൻ്റെ ലൊബിനിയാക്കിയിട്ടാണ് പറഞ്ഞത്. ഉസ്കുൻ, ഇത് അലിഫ്, വസിൻ്റെ അലിഫാട്ടോ. യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. വൽ ബവാഖി, ബാക്കിയുള്ളത്, മുനാദ മുഫ്രദല്ലാത്ത ബാക്കിയുള്ളതെല്ലാം മൻസൂബത്തുൻ, നസ്ബു വെക്കപ്പെട്ടതാണ്. ബാക്കിയൊക്കെ നസ്ബാണ്. ഇനി അതിന് ഓരോന്നിനും ഉദാഹരണം പറയാണ്. ഫൽ മുലാഫു, മുലാഫ്, മുനാദ മുലാഫ്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്ക് പോലെയാണ്. യാ ഉഖ്ത ഹാറൂന, ഉഖ്ത ഹാറൂൻ, ഹാറൂൻ നബിയുടെ സഹോദരിയെ. ഹാറൂന എന്നുള്ള മുലാഫ് ഇലൈഹിയാണ്, പക്ഷെ അത് വൈറു മുൻസരിഫ് ആയതുകൊണ്ട് ഫത്ഹ് കൊണ്ടാണ് അതിന് ജെറ് കൊടുത്തു, അത് വേറെ വിഷയം. പക്ഷെ ഉഖ്ത എന്നുള്ളതിനെ ഹാറൂൻ എന്നുള്ളതിലേക്ക് ചേർത്തു. ഖാലല്ലാഹു തആല യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, ആദമിൻ്റെ മക്കളെ നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കരുത്. ഷിബ്ഹുൽ മുലാഫി, ഷിബ്ഹ് മുലാഫ്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്ക് പോലെയാണ്. യാ ഹസ്രത്തൻ അലൽ ഇബാദ്, യാ ഹസ്രത്തൻ അലൽ ഇബാദ്, നാശമേ, നഷ്ടമേ, അടിമകൾക്കുള്ള നഷ്ടമേ. അപ്പോൾ ഇത് ഷിബ്ഹ് മുലാഫാണ്. ഈ അലൽ ഇബാദ് എന്നുള്ളത് യാ ഹസ്രത്തൻ എന്നുള്ളതിൻ്റെ അർത്ഥം പൂർത്തീകരണത്തിന് വേണ്ടി വന്നതാണ്. എപ്പോഴാണ് ഇത് ഇതാവുക? ഇൻ ജഅൽത ദർഫ, ദർഫിനെ നീ ആക്കിയാൽ. എങ്ങനെയുള്ള ദർഫ്? അല്ലദീ ഹുവ അലൽ ഇബാദ്, അലൽ ഇബാദ് എന്ന ദർഫ് ജാർ മജ്റൂർ ആണല്ലോ, അലൽ ഇബാദി ജാർ മജ്റൂർ. ആ ദർഫിനെ നീ ആക്കിയാലാണ് സിലത്തൻ ലി ഹസ്രത്തിൻ, ഹസ്രത്ത് എന്നുള്ളതിന് സിലയാക്കി, ഹസ്രത്ത് എന്നതിന് സിലയാക്കി. യാ ഹസ്രത്തൻ ബാഖിയത്തൻ അലൽ ഇബാദ്, യാ ഹസ്രത്തൻ ഉണ്ടോ, അല്ല അതിന് സിലയാക്കിന്ന്, സിലയാക്കിയെന്നാണ് അതിനോട് ചേർന്നതാക്കിന്ന്, അതിനോട് ചേരുന്നതാക്കി, ബന്ധിക്കുന്നതാക്കി. അപ്പൊ ഇനി നോക്ക്, ഫൈൻ അല്ലഖ്തഹു, നീ അതിനോട് ബന്ധിപ്പിച്ചാൽ, ബിമഹദുഫിൻ, കളയപ്പെട്ടതിനോടാണ് അതിനെ ബന്ധിപ്പിക്കുന്നത്. അലൽ ഇബാദി എന്നുള്ളത് കളയപ്പെട്ടതിനോടാണ് ബന്ധിക്കുന്നത്. അപ്പൊ വഹുവ മിൻ സിഫത്തിൽ ഹസ്ര, ആ കളയപ്പെട്ടത് ഹസ്രത്തിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അല തഖ്ദീരി, സങ്കല്പന പ്രകാരം. ഉദാഹരണം നോക്കുന്നത്, ഐ യാ ഹസ്രത്തൻ ബാഖിയത്തൻ അലൽ ഇബാദ് ആണ്. അപ്പോൾ ഇവിടെ ഹസ്രത്തിന്റെ ഒരു സിഫത്തായിട്ടാണ് ബാഖിയത്ത് എന്ന് വന്നത്.
ഈ വാക്യത്തിനോടാണ് ഏത് ബന്ധം? അലൽ ഇബാദി എന്നുള്ളത് ബന്ധം. അങ്ങനെ ആയാൽ അത് നെക്കിറയാണ്. ശ്രദ്ധിക്കണേ, അങ്ങനെയാണെങ്കിൽ നെക്കിറയാണത്. അപ്പോൾ യാ ഹസ്രത്ത് എന്നുള്ളത് ഒറ്റക്കൊരു നെക്കിറ ഇസ്മാണ്. പിന്നെ അതിന്റെ സിഫത്തായിട്ടാണ് ബാക്കിയത്തൻ അൽ ഇബാദി എന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. ആദ്യം പറഞ്ഞത് യാ ഹസ്രത്തൻ അലൽ ഇബാദ്. ഈ അലൽ ഇബാദ് എന്നുള്ള ലർഫ് എന്തിനോട് ബന്ധിക്കുന്നുണ്ട്? ഹസ്രത്ത് എന്നുള്ളതിനോട് ബന്ധിക്കുന്നുണ്ട്. ഒരു ബാക്കിയത്തിനെ അവിടെ സങ്കല്പിക്കുന്നില്ല. അപ്പോൾ ബാക്കിയത്തിനെ അവർ സങ്കല്പിച്ച് ബാക്കിയത്തിലേക്കാണ് ബന്ധിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ യാ ഹസ്രത്തൻ എന്നുള്ളത് നെക്കിറയാണ്, മുനാദ നെക്കിറയാണ്. അതല്ല യാ ഹസ്രത്തൻ അൽ ഇബാദ് എന്നുള്ളത് അലൽ ഇബാദ് എന്നുള്ളതിന്റെ നേരിട്ടുള്ള ബന്ധം ബാക്കിയത്തിലല്ല, ഹസ്രത്ത് എന്നുള്ള പദത്തിലാണെങ്കിൽ അത് മുനാദ ശിബ്ഹ് മുളാഫാണ്. എവിടെ? ഫൈസ, ജുമാന, കാശിഫ. അപ്പോൾ അവിടെ യാ ഹസ്രത്തൻ അലൽ ഇബാദ്, യാസീൻ അല്ലത്, യാ ഹസ്രത്തൻ അൽ ഇബാദ്. അവിടെ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ആ യാ ഹസ്രത്തൻ എന്നുള്ളത് തന്നെ ഷിബ്ഹ് മുളാഫുമാകും നെക്കിറയുമാകും. ഷിബ്ഹ് മുളാഫ് എപ്പോഴാണാവുക? അലൽ ഇബാദ് എന്നുള്ള ലർഫ് അതിന്റെ ബന്ധം ഏതിനോടാണെങ്കിൽ യാ ഹസ്രത്ത് എന്നുള്ളതിനാണ്. നെക്കിറ എപ്പോഴാകുക? അതിൻ്റെ അടുക്ക് ബാക്കിയത്തൻ എന്നൊരു ഇസ്മ സങ്കല്പിച്ചു, അതിലേക്കാണ് എന്തിന്റെ ബന്ധം? ഇതിനെ നീ ബന്ധിപ്പിക്കുന്നത്, അലൽ ഇബാദ് എന്നുള്ളതിനെ ബന്ധിപ്പിക്കുന്നത്. വൽ അവ്വലു അസഹു, ഒന്നാമത്തതാണ് ആദ്യം പറഞ്ഞ, അതായത് ഷിബ്ഹ് മുളാഫാക്കി വെക്കലാണ് അൽ അസഹു, ഏറ്റവും നല്ലത്. അതേതാ? വഹുവ അൻ യുജ്അല അലൽ ഇബാദ്, അലൽ ഇബാദ് എന്നുള്ളതിനെ ആക്കപ്പെടുക സിലത്തൻ ലി ഹസ്രത്തിൻ, ഹസ്രത്ത് എന്നുള്ളതിന്റെ ശിലയാക്കുക. ഹസ്രത്ത് എന്നുള്ളതിന്റെ ശിലയാക്കിയിട്ട് അതിന് വെക്കുക. അപ്പൊ എന്ത് ചെയ്യാം? അതാണ് ഏറ്റവും അസഹായ അഭിപ്രായം. ബാക്കിയത്ത് എന്നുള്ളതിലേക്ക് വെക്കലല്ല. ക്ലിയറാണോ? ഇനി നോക്കണേ. ഫസ്ലും ചെറിയൊരു ഇസ്മാണ്, ചെറിയൊരു ഫസ്ലാണ്. വകുല്ലുസ്മിൻ, മുഴുവൻ ഇസ്മുകളും. എങ്ങനെയുള്ള ഇസ്മാണ്? ഫീഹിൽ അലിഫു അല്ല, അതിൽ അലിഫ്ലാം ഉണ്ട്. അലിഫ്ലാമുള്ള മുഴുവൻ ഇസ്മുകളും, അലിഫ്ലാമുള്ള മുഴുവൻ ഇസ്മുകളും. നഹ്വേതുപോലെ അർറജുല് വൽ ഇൻസാൻ എന്നൊക്കെ പോലെ. ലാ യജൂസു നിദാഉഹു, ഇവരെ വിളിക്കാൻ പറ്റൂല. ബിയ, യാ എന്നതുകൊണ്ട് വിളിക്കാൻ പറ്റൂല. യാ എന്നതുകൊണ്ട് വിളിക്കാൻ പറ്റൂല. നെഹ്വേതുപോലെ, നെഹ്വു കൗലിക്ക നിന്റെ വാക്ക് പോലെ യർ റജുലു വയൽ ഇൻസാനു എന്ന് പറയാൻ പറ്റൂല. എപ്പോൾ ഒഴികെ? ഇല്ലാ ഇദാ ഫസൽത, നീ വിട്ടുപിരിച്ചാൽ ഒഴികെ. ബൈനൽ മുനാദ, മുനാദക്കും ബൈന ഹുറൂഫിൻ നിദ, നിദന്റെ ഹർഫിനും ഇടയിൽ വിട്ടുപിരിച്ചാൽ ഒഴികെ. എന്തുകൊണ്ട് വിട്ടുപിരിച്ചാൽ ഒഴികെ? അയ്യുഹ എന്നോ അയ്യത്തുഹ എന്നോ. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹർ റജുലു, യാ അയ്യുഹൽ ഇൻസാനു എന്നുള്ള ഒരു അയ്യുഹ എന്നോ അല്ലെങ്കിൽ അയ്യത്തുഹ എന്നോ, പെണ്ണിനെ വിളിക്കണമെന്ന് വെച്ചെങ്കിൽ അയ്യത്തുഹ. അയ്യത്തുഹ എന്നോ അയ്യുഹ എന്നതിനെയോ അതിന്റെ ഇടയിൽ വിട്ടുപിരിച്ചാലല്ലാതെ പറ്റൂല. അപ്പൊ കുൽത്താന്നിട്ട് നീ പറയണം യാ അയ്യുഹർ റജുലു വയാ അയ്യുഹൽ ഇൻസാനു. ഉണ്ടോ? അയ്യുഹ എന്ന് വെച്ചിട്ട് പറ്റും. അപ്പൊ യൽ ഇൻസാനു യർ റജുലു എന്ന് പറയരുത്. അതിൻ്റെ ഇടയ്ക്ക് മുനാദയുടെയും അതുപോലെ അലിഫ്ലാമുള്ള ഇസ്മിൻ്റെയും ഇടയ്ക്ക് എന്ത് വേണം? അയ്യുഹ എന്നോ അയ്യത്തുഹ എന്നതിനെ കൊണ്ട് വിട്ടുപിരിപ്പിക്കണം. തിരിഞ്ഞോ? അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം വയാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അന്നഫ്സ് അത് മുഅന്നസ് ആയതുകൊണ്ടാണ് യാ അയ്യതുഹ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അലിഫ്ലാം ഉള്ള മുനാദയെ വിളിക്കണമെങ്കിൽ നിദയുടെയും ആ മുനാദയുടെയും ഇടയിൽ അയ്യുഹ എന്നതുകൊണ്ടോ അയ്യത്തുഹ എന്നതുകൊണ്ടോ വിട്ടുപിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കൂടുതലായോ? ഇതുകൂടി പറഞ്ഞാലോ? പറഞ്ഞാൽ കഴിഞ്ഞു.
ഇവിടെ നോക്ക് നിങ്ങൾ, യാ സൈദു വൽ ഹാരിഥു. ആദ്യം ഒരു മുഫ്രദിനെ വിളിച്ചു, പിന്നെ അലിഫ്ലാമുള്ളതിനെയും വിളിച്ചു. അപ്പം അലിഫ്ലാമുള്ളതിനെ വിളിച്ചപ്പോൾ അത് മുഫ്രദിലേക്ക് അത്ഫ് ചെയ്ത് പറയുകയാണെങ്കിൽ രണ്ടിനും റഫ് കൊണ്ട് യാ സൈദു വൽ ഹാരിഥു എന്ന് രണ്ടിനും റഫായിട്ട് വായിക്കാം. ഇനി എന്തും പറ്റും, യാ സൈദു അതങ്ങനെ തന്നെ, വൽ ഹാരിസ എന്നും വായിക്കാം. യാ സൈദു വൽ ഹാരിസ, അത് ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കും, യാ ജിബാലു, അവിടെ യാ മുഫ്രദായതുകൊണ്ട് അങ്ങനെ വിളിച്ചു. അവ്വിബി മഅഹു വത്വൈറ, അവിടെ പക്ഷിയെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ വത്വൈറ എന്ന് നെസ്ബായിട്ടാണ് പറഞ്ഞത്. വത്വൈറു എന്നും എന്തുണ്ട്, പോത്തുണ്ട് കേട്ടോ, രണ്ട് നിലക്ക് പോത്തുണ്ട് അവിടെ. അലിഫ്ലാം ഇല്ല എന്ന് വിചാരിക്കുക, ഞാൻ ഇസ്മിൽ അലിഫ്ലാം ഇല്ല എന്നാൽ പിന്നെ യാ സൈദു വഅംറു എന്ന് പറയാം. യാ സൈദു വഅംറു. അപ്പോൾ മുഫ്രദായ മുനാദയായ മുഫ്രദ് മുനാദയുടെ മേൽ ഒരു അലിഫ്ലാമുള്ള ഇസ്മിനെ അത്ഫ് ചെയ്ത് പറഞ്ഞാൽ, അവിടെ നിനക്ക് റഫ്ഉൻ ചെയ്യാം. റഫ് ചെയ്യാം, അതാണ് ലഫ്ദ്. മറ്റേ ആദ്യത്തെ നിക്ക് ലമ്മല്ലേ, ലമ്മിൻ്റെ മേൽ അഭിനയാണല്ലോ, അതിലേക്ക് നോക്കിക്കൊണ്ട് റഫ്ഉൻ ചെയ്യാം. ഇനി അതല്ല, അതിൻ്റെ മൗലി, അതിൻ്റെ സ്ഥാനത്ത് നെസ്ബാണല്ലോ എന്ന നിലക്ക് അവിടെ നെസ്ബുൻ ചെയ്യാം. യാ സൈദു വൽ ഹാരിസ എന്നും പറയാം. ഇനിയോ അലിഫ്ലാം ഇല്ലാത്തതാണെങ്കിലോ, അലിഫ്ലാം ഇല്ലാത്ത വേറൊരു ഇസ്മിനെയാണ് മുനാദയുടെ മേൽ അത്ഫ് ചെയ്ത് പറഞ്ഞത് എങ്കിൽ അവിടെ യാ സൈദു വഅംറു, അങ്ങനെ രണ്ടും റഫ് ചെയ്ത് പറയാം. റഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ലമ്മിൻ്റെ മേൽ അഭിനയാക്കിയിട്ട് എന്നർത്ഥം. നോക്കാം. ഫസ്ലു, വെള്ള ഡ്രസ് ഇടുമോനെ. വൈദ അത്തഫ്ത, നീ അത്ഫ് ചെയ്താൽ, വൈദ അത്തഫ്ത അലൽ മുനാദ അൽ മുഫ്രദ്, മുനാദ മുഫ്രദിന്റെ മേൽ നീ അത്ഫ് ചെയ്താൽ, എന്തിനെ? ഇസ്മൻ, ഒരു ഇസ്മിനെ. എങ്ങനെയുള്ള ഇസ്മാണ്? ഫീഹിൽ അലിഫു അല്ലാം, അതിൽ അലിഫ്ലാം ഉണ്ട്. അലിഫ്ലാമുള്ള ഒരു ഇസ്മിനെ മുനാദ മുഫ്രദിന്റെ മേൽ നീ അത്ഫ് ചെയ്താൽ ഫലക്ക, ഫലക്ക നിനക്ക് അനുവദനീയമാണ്. അൻ തർഫഅഹു, അതിനക്ക് റഫ് ചെയ്യൽ അനുവദനീയമാണ്. ഹംലൻ അലൽ ലഫ്ദി, ലഫ്ദിന്റെ മേൽ ചുമത്തിക്കൊണ്ട്. ലഫ്ദ് ഇപ്പോൾ ആദ്യത്തേന് റഫാണല്ലോ, ലമ്മാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേൽ ചുമത്തിയിട്ട് എന്ത് പറയാം? റഫ് കൊടുക്കൽ അനുവദനീയമാണ്. ഫതഖൂലു, നീ പറയും യാ സൈദു വൽ ഹാരിസു എന്ന് പറയൽ അനുവദനീയമാണ്. ബിറഫ്ഇഹിമ, രണ്ടിനും റഫുണ്ട്. വ ലക, നിനക്ക് അനുവദനീയമാണ്. തൻസിബഹു, അതിനക്ക് നീ നെസ്ബ് ചെയ്യലും അനുവദനീയമാണ്. ഹംലൻ അലൽ മൗദി, അതിൻ്റെ സ്ഥാനത്തിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട്. എന്താ സ്ഥാനം? ഫതഖൂലു, എന്നിട്ട് പറയാം യാ സൈദു വൽ ഹാരിസ ബി നസ്ബിൽ ഹാരിസ്, ഹാരിസ് എന്നുള്ള എനിക്ക് നെസ്ബ് കൊടുത്തിട്ട് അങ്ങനെയും പറയാം. കാരണം അന്ന മൗലി അൽ മുനാദ, ആ മുനാദയുടെ മൗലി എന്താണ്? നെസ്ബാണ്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ ജിബാലു അവ്വിബി മഅഹു വത്വൈറ. അവിടെ അങ്ങനെ വത്വൈറ എന്നും പറഞ്ഞിട്ടുണ്ട്, ഓത്തുണ്ട്. വത്വൈറു എന്നും ഓത്തുണ്ട്. ബിൻ നസ്ബി വർ റഫി, നസ്ബ് കൊണ്ടും റഫ് കൊണ്ടും ഓത്തുണ്ട്. ഈ ഫൈലം യകുൻ ഫീഹിൽ അലിഫു അല്ലാം, അതിൽ അലിഫ്ലാം ഇല്ലെങ്കിൽ റഫഅതഹു, നീ അതിനെ റഫ് ചെയ്തോ. അപ്പോൾ എന്നിട്ട് നീ പറഞ്ഞോ യാ സൈദു വഅംറു എന്ന് പറഞ്ഞോ. യാ സൈദു വഅംറു എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് മുനാദ 4 എണ്ണമാണ്. ആ മുനാദ 4 എണ്ണത്തിനെ ഈ 2 ഐറ്റം ആക്കി തിരിക്കാം. ഇവിടെ കോളത്ത് കണ്ടോ നിങ്ങൾ? മുനാദ മുഅറബ് മൻസൂബ്, മറ്റേത് മുനാദൽ മബ്നിയു അലൽ ലം, ലമ്മിന്റെ മേൽ മബ്നിയായത്. അപ്പോൾ മുഅറബ് മൻസൂബ് 3 എണ്ണം. മുലാഫ്, ഷിബ്ഹ് മുലാഫ്, നക്കിറ ആണ്. യാ ഉലാമ സൈദിൻ, യാ ത്വാലിഅൻ ജബലൻ, മലയിൽ ഉദിച്ചവനെ, പർവ്വതത്തിൽ വെളിവായവനെ. കണ്ടോ? ഇതിൻ്റെ ഈ ജബൽ എന്നുള്ളത് ത്വാലി എന്നുള്ള മീനിങ്ങിലേക്ക് ചേർക്കുന്നുണ്ട്.
യാ റജുലൻ മനുഷ്യ നിക്കറാണ്. ഇത് മൂന്നും മുറബാണ് മൻസൂബ്. മറ്റേത് മബിനിയാണ്, ലബിന്റെ മബിനിയാണ്. അതേതാ? മുഫ്രദ് മഅരിഫ. യാ സൈദു, യാ സൈദാനി, യാ സൈദൂന. അത് ലബിന്റെ മേൽ എന്താണ്? മബിനിയാണ്. ഇത് നമ്മൾ മുഫ്രദിന്റെ ആണ് കേട്ടോ, നമ്മൾ ലബിന്റെ മേൽ എന്ന് പറഞ്ഞ്. മറ്റേത് രണ്ട് സൈദിനെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കാന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവിടെ അത് അലിഫിന്റെ മേൽ എന്താണ്? മബിനിയാണ്. ഇവിടെ അതുപോലെ സൈദൂന എന്ന് പറയുമ്പോൾ വാവും അതങ്ങനെ തന്നെ വരുള്ളൂ. അലിഫ് വാവ് മാത്രമേ വരും. യാ സൈദീനോ യാ സൈദൈനിന്നോ ഒന്നും വരില്ല. യാ സൈദാനി, യാ സൈദൂനേ വരും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?